ഞാൻ ഈ വ്യക്തിയെ കണ്ടിട്ടില്ല. അവർ പേരെല്ലാം കേൾക്കുന്ന അപ്പോഴാണ്. എനിക്ക് അവരുടെ ഫോൺ നമ്പർ ഇല്ല. ഫേസ്ബുക്കിലോ യൂട്യൂബിലൊന്നും ഞാനൊന്നും മെസ്സേജ് അയച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇതിൽ രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ നിയമങ്ങൾ മിസ്യൂസ് ചെയ്യുക. രണ്ട്, ഈ മീഡിയക്കാർ പല ചാനലുകാർ ഇട്ടല്ലോ. ഇനിയിപ്പോൾ നമ്മുടെ ഇന്നസെൻസ് നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ ഇതാരും അറിയില്ല. ഒളിവിൽ പോയി, ജാമ്യത്തിനായിട്ട് ഒളിവിൽ പോയി. അതിൻ്റെ അഡ്വക്കേറ്റ് കൊണ്ടുപോയതാണ്. ഇതിപ്പോൾ ആർക്കെതിരെ എന്ത് കേസാണ് കൊടുക്കാം, തെളിയിക്കണം, പിന്നീടാം. നമ്മളുടെ ഒരു നമ്മുടെ ഇമേജാണ് പോകുന്നത്. ഇതെല്ലാം മതി ഒരാൾക്ക് ഒരു ആത്മഹത്യ ചെയ്യാൻ. മറ്റുള്ള ഇത് മതി. കാരണം ഒരാളുടെ ഹോൾ ലൈഫാണ് പോകുന്നത്. എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. എനിക്ക് എൻ്റെ മദറിനെ നോക്കണം. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വേറെ ഒരാണെങ്കിൽ പോലെ തൂങ്ങിയെന്നെ. ഹലോ എവ്രി വൺ, ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് സന്തോഷ് വർക്കയാണ്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ ഒരു ആരോപണങ്ങളൊക്കെ കേട്ടായിരുന്നു. ഞാനൊരു ന്യൂസ് എല്ലാം കണ്ടായിരുന്നു, ഒരു പീഡന പരാതി എന്ന രീതിയിൽ. അപ്പം അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ആദ്യമായിട്ട് ഒരു മീഡിയയുടെ മുമ്പിൽ വരുന്ന ഞാൻ ഈ വ്യക്തിയെ കണ്ടിട്ടില്ല. അവർ പേരെല്ലാം കേൾക്കുന്ന അപ്പോഴാണ്. എനിക്ക് അവരുടെ ഫോൺ നമ്പർ ഇല്ല. ഫേസ്ബുക്കിലോ യൂട്യൂബിലൊന്നും ഞാനൊന്നും മെസ്സേജ് അയച്ചിട്ടില്ല. എന്തിൻ്റെ പേരിലാണെന്ന് അറിയില്ല. അപ്പോൾ ശരിക്കും അതൊരു ഫേക്ക് പരാതി. യൂസ്റ്റിൽ സൈക്കോൺ ചാനലിൽ ഇവരുടെ വേറെയുള്ള കേസിൽ പറയുന്നുണ്ട്. എനിക്കറിയില്ല. എനിക്ക് ഒരു ബന്ധമില്ലാത്ത ഒരാളായിട്ട് എനിക്കറിയില്ല. ഇനിയിപ്പോൾ നിവിൻ പോളിയുടെ പേരിലുള്ള കേസൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിൽ രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ നിയമങ്ങൾ മിസ്യൂസ് ചെയ്യുക. രണ്ട്, ഈ മീഡിയക്കാർ പല ചാനലുകാർ ഇട്ടല്ലോ. ഇനിയിപ്പോൾ നമ്മുടെ ഇന്നസെൻസ് നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ ഇതാരും അറിയില്ല. നമ്മുടെ പേരാണ് പോകുന്നത്. എന്തിനാണ് ഇനിയിപ്പോൾ ഡിഫമേഷൻ കേസ് കൊടുക്കുന്നുണ്ട്, മാനസിക കേസ് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ആർക്കെതിരെ എന്തും ചെയ്യാം. എന്നാൽ ഇതിൻ്റെ വലിയ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇടയ്ക്കൊരു ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു, ഇങ്ങനെ ഒളിവിൽ പോയി എന്നൊക്കെ. ഒളിവിൽ പോയി, ജാമ്യത്തിനായിട്ട് ഒളിവിൽ പോയി. അതിൻ്റെ അഡ്വക്കേറ്റ് കൊണ്ടുപോയതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ലൈക്ക് ഒരു ഫേക്ക് കേസ്. ഇതിപ്പോൾ ആർക്കെതിരെ എന്ത് കേസാണ് കൊടുക്കാം, തെളിയിക്കണം, പിന്നീടാം. നമ്മളുടെ ഒരു നമ്മുടെ ഇമേജാണ് പോകുന്നത്. അതൊരു ഇപ്പോൾ നമ്പിനാരായണ പൊക്കിയതാണ് പണ്ട്. ഒരുപാട് കേസുകൾ നടന്നിട്ടുണ്ട്. ഇത് നഷ്ടം ആ വ്യക്തികൾക്കാണ്. അപ്പോൾ ശരിക്കും എന്തെങ്കിലും ചെയ്തിട്ടാണ് കുഴപ്പമില്ല. ഇത് നമ്മൾ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ലാത്ത ഒരാൾ അവരെന്തിനു വേണ്ടിയായി ചെയ്യുന്നത് മനസ്സിലാവണല്ലോ. ഞാൻ പോപ്പുലറായി പോയതിൻ്റെ പ്രശ്നമാണ്. നിങ്ങളുടെ സൈഡ് കേൾക്കാനും ആ ഒരു രീതിയിൽ ആരും ചോദിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനൊരു കേസ് വന്നപ്പോൾ തന്നെ ന്യൂസ് റിലീസ് ചെയ്തല്ലോ. ഇതെല്ലാം മതി ഒരാൾക്ക് ഒരു ആത്മഹത്യ ചെയ്യാൻ. മറ്റുള്ള ഇത് മതി. കാരണം ഒരാളുടെ ഹോൾ ലൈഫാണ് പോകുന്നത്. മാരേജ് അടക്കമാണോ എല്ലാത്തിനും ബാധിക്കില്ല. മീഡിയ കുറച്ചുകൂടെ ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നതാണ്. അവർക്ക് റീച്ച് ഇടാണ്ട് അവരെന്തും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. പല രീതിയിൽ ഇങ്ങനത്തെ ന്യൂസുകൾ വരുമ്പോൾ ഈ മാനസികമായിട്ട് എൻ്റെയും പെരയുടെ പേരാണ് മെയിൻലി ഉപയോഗിച്ചിരിക്കുന്നത്. ഫെയിം എന്നുള്ളൊരു റീസൺ എന്ത് ഫെയിമാണ് മനസ്സിലാവുന്നില്ല. എനിക്ക് ചില കമ്മിറ്റ്മെൻറ്റ്സിലാണ്. എന്നെ വേറൊരാളാണെങ്കിൽ എൻ്റെ സിറ്റുവേഷനാണെങ്കിൽ ഒരു ആത്മഹത്യ കളഞ്ഞാണ്. കാരണം പുറത്തിറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ചെയ്ത കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. അതെ ഞാൻ ചോദിച്ചത്. ഇങ്ങനത്തെ ന്യൂസുകൾ വരുമ്പോൾ പലപ്പോഴും കുറെ നെഗറ്റീവ് കമന്റ്സും കുറെ പേരുടെ ക്രിറ്റിസിസം ഒക്കെ. അത് എൻജോയ് ചെയ്യുന്ന കുറെ ഫാൻസുകാരുണ്ടല്ലോ. എൻ്റെ ഇതിൽ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാനസികമായിട്ടും ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ. എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് എൻ്റെ മദറിനെ നോക്കണം. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വേറെ ഒരാളാണെങ്കിൽ പോലെ തൂങ്ങിയെന്നെ. അതുപോലത്തെ കാര്യങ്ങളല്ല പറയണം. നമ്മൾ അയാളുടെ പേരും കേട്ടിട്ടില്ല, ഒരു ബന്ധമില്ലാത്ത ഒരാൾ. അപ്പം ഇവർക്ക് അനുകൂലിയെ കൊടുക്കുന്ന നിയമം മിസ്യൂസ് ചെയ്യുകയാണ്. പിന്നെ ഈ മീഡിയക്കാർ, മെയിൻ സ്ട്രീം മീഡിയ, ഓൺലൈനല്ല, മെയിൻ സ്ട്രീം മീഡിയക്കാർ ഒരു ഒത്തൻസിറ്റി ഇല്ലാതെയാണ് അവരിട്ടിരിക്കുന്നത്. പല ചാനലിൽ വന്നിട്ടുണ്ടായി. അത് ആരാട്ടനാണ് കുഴപ്പമില്ല. സന്തോഷ് വർക്കിനോട് എൻ്റെ ഫാദർ മരിച്ചു പോയതാണ്. പുള്ളി കുറച്ച് അറിയാവുന്ന ആൾക്കാർ എന്ത് വേച്ചുണ്ടോ. ഇനിയിപ്പോൾ മാനസിക കേസ് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ആര് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു? നമ്മുടെ ജീവിതത്തിൽ നാം കഷ്ടപ്പെടുന്നു. വിധി എന്ന് പറയാം. ഞാൻ വിധി വിശ്വസിക്കാത്ത ആളാണ്. വിധി എന്ന് പറയാം. അതുവരെയാണ് പെട്ടുപോയി. നമ്മൾ എന്തെങ്കിലും സംഭവിച്ചിട്ടാണ് കുഴപ്പമില്ല. ഇത് കേട്ടിട്ട് പോലുമില്ല. ഈ ഡിഫമേഷൻ കേസ് കൊടുത്തത് ഏകദേശം സോൾവ് ആണ്. ഡിഫമേഷൻ കേസ് കൊടുത്തിട്ട് എനിക്കിപ്പോൾ ജാമ്യം കഴിഞ്ഞിട്ട് കേസ് കോസ്റ്റ് കളയണം. അത് കഴിഞ്ഞിട്ട് ഡിഫമേഷൻ കേസ് കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ അടുത്ത ഇത് ആളുകളുടെ ജീവിതം വെച്ച് കളിക്കുന്ന പരിപാടിയാണ്. ശരിയാ, കറക്റ്റാണ്. കാരണം ഇങ്ങനൊരു ഇത് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ മാനസിക പ്രശ്നങ്ങളും എല്ലാം വരുമല്ലോ ഒരാളുടെ ലൈഫിന്. ഇത് മതി ഒരാൾ സൂയിസൈഡ് ചെയ്യാം. സൂയിസൈഡ് ഇത് മതി. എൻ്റെ മദറിനെ ഓർത്തിട്ടാണ് ചെയ്യാത്തത്.
അവർക്ക് ഇതുകൊണ്ട് ഇങ്ങനെ ഫെയിം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം മനസ്സിലാവണമല്ലോ. എങ്ങനെയോ അറിയാതെ വൈറലായതാണ്, ഫേമസ് പ്ലാൻ ചെയ്ത് വൈറലായതെന്നല്ല. ഇത് കല്യാണിക്കാനും പ്ലാനില്ലാത്തോട്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ കല്യാണം നടക്കില്ല. ഈ ഒരു സംഭവം മതി. ഈ ഫെയിം എന്ന റീസൺ കൊണ്ട് ഇതിപ്പോൾ എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഇങ്ങനെ നടക്കില്ല. ഇത് ആഘോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു ഈ ലൈക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു മെയിൻലി എൻ്റെ പേരൊക്കെ എൻ്റെ ഫോട്ടോ എൻ്റെ പേരൊക്കെ ആയിട്ടിരിക്കണം, പെരേരയെക്കാട്ടും. അതാ ഞാൻ പറഞ്ഞ ഈ ഫെയിം എന്നുള്ള റീസൺ കൊണ്ട് ഇപ്പൊ അതൊരു പ്രശ്നമായി തുടങ്ങി. ഇനി എന്തൊക്കെ കയറി വരുന്ന ആൾക്കാർ ഇപ്പൊ നിവിൻ പോളി എത്ര പേരുടെ പേരാ വന്നത്. നിവിൻ പോളിയിൽ എന്ത് ചെയ്തിട്ടാണ്? എന്നാൽ വേറെ ആൾക്കാരുടെ പേരൊന്നും വരുന്നുമില്ല. ഇപ്പോൾ ഈ നമ്മുടെ പോലീസിലെല്ലാം എല്ലാ നിയമം എല്ലാം കറപ്റ്റാണ്. ഇപ്പോൾ ചെയ്താൻ എന്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തത്? ചെയ്താൻ എന്തിട്ടാണ്? കലാപം ഉണ്ടാകും. എന്ത് കലാപം ചെയ്താൻ ഉണ്ടാക്കിയത്? പണമുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാവും, അവർക്ക് എന്തും ചെയ്യാം. പലപ്പോഴും മിസ്യൂസ് നടക്കണം, യാതൊരു സംശയമില്ല. ഇതിപ്പോൾ ഈ നിയമമല്ല, സ്ത്രീകളുടെ നിയമം നോർത്ത് ഇന്ത്യയിലാണ് ആവശ്യം. അവിടെ ഈ വില്ലേജിലൊന്നും വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു മൃഗങ്ങളെ പോലെയാണ്. അവിടെയാണ് ഇത് ആവശ്യം. ഇവിടെ അത് മിസ്യൂസ് ചെയ്യാണ്. മുഴുവൻ കേസല്ല മിക്കതും. ഫർദർ ഞാൻ പറയുന്നില്ല, കാരണം ഇപ്പോൾ കോർട്ടിൽ നിൽക്കുകയാണത്. അപ്പോൾ എല്ലാം സോൾവ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്വാണ്ടം മെക്കാനിസത്തിനെ പറ്റി സംസാരിച്ചല്ലോ. അതും ഞാൻ വിചാരിച്ചില്ല ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് ഇത്രയും അറിയാം. ഒരാഴ്ച മുമ്പ് ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു ഫൈൻഡിങ് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു തോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ആഴ്ചയിലാണ്. അല്ലെ, അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് ഇത് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ആണ്, എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ആണ്, ഒബ്സർവ് ചെയ്യുമ്പോൾ ഡിസ്റ്റർബ് ആവണം. ആ ഡിസ്റ്റർബൻസ് വരുമ്പോഴാണ് ഈ പൊസിഷൻ മൊമെന്റ് മാറിയിട്ട് അൺസർട്ടി വരുന്നത്. അത് ക്വാണ്ടം പ്രോപ്പർട്ടിയാണ്. പക്ഷെ അതെന്ന് പറയുന്നത് ആ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലാത്ത ഭാഗം ക്ലാസിക്കലാണ്. അപ്പം ഞാൻ പറഞ്ഞു, ക്ലാസിക്കൽ ഒരു പ്രോപ്പർട്ടി, ക്വാണ്ടത്തിൽ വേറെ പ്രോപ്പർട്ടി, അതിൻ്റെ ആവശ്യമില്ല. രണ്ടിലും അത് എൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഇത് ടെക്നിക്കലി സോൾവ് ആണ്, എക്സ്പെരിമെൻ്റലല്ല. പക്ഷേ ഇൻ്റലക്ച്വലി സോൾവ് അല്ല. അപ്പോൾ ടെമ്പററി സ്റ്റേജ് മാത്രമാണ് ക്വാണ്ടം. ബേസിക്കലി അത് ക്ലാസിക്കലാണ്. ഇന്നലെ എൻ്റെ ഫേസ്ബുക്കിൽ ഒരാഴ്ച മുമ്പിട്ടായി തോട്ടെ, ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഐഡിയ അടിച്ചു പോയിട്ടാ നോക്കിയിട്ട് ചില ആൾക്കാർ. അല്ല, എൻ്റെ ഏരിയ ആണല്ലോ ഫിലോസഫി. അതിൽ എനിക്ക് അതായത് തോട്ടാണ്. നമ്മൾ ഈ വായിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ചിന്തിക്കുകയും ചെയ്യണം. അപ്പം ഒരു തോട്ടായിട്ട് വന്നതാണ്. ഇതൊരു ടെമ്പററി സ്റ്റേജ് ആണ് ക്വാണ്ടം എന്ന് പറയുന്നത്. ബേസിക്കലി ക്ലാസിക്കലാണ്. അപ്പോൾ ഇപ്പോൾ സന്തോഷ് വാക്കി ആളിപ്പോൾ റിസർച്ച് ചെയ്യുന്ന ഒരു ഏരിയ ആണല്ലേ ഫിലോസഫി എന്ന് പറയുന്നത്. സോ എന്താണ് ശരിക്കും ഫിലോസഫി? ഇന്ത്യൻ ഫിലോസഫി ഉണ്ട്. ഇന്ത്യൻ ഫിലോസഫി സ്പിരിച്വൽ ആണ്. മറ്റേ ബ്രിട്ടീഷ് അമേരിക്കൻ ഫിലോസഫി പ്രാക്ടിക്കൽ ആണല്ലോ, കൈകൊണ്ട് ചെയ്യുന്നതല്ല. ചൈനീസ് ഫിലോസഫി മെറ്റീരിയലിസ്റ്റിക് ആണ്. ഗ്രീക്ക് ഫിലോസഫി ഐഡിയലിസ്റ്റിക് ആണ്. ഞാനിപ്പോൾ വെസ്റ്റേൺ ഫിലോസഫി എൻ്റെ താല്പര്യം അല്ല. ആദ്യം വരുന്നത് ഗ്രീക്ക് ഫിലോസഫിയാണ്. ഗ്രീക്ക് ഫിലോസഫി പറഞ്ഞാൽ ഫിലോസഫി എടുത്താൽ തന്നെ ഫിലോസഫി ലവ് ഓഫ് വിസ്ഡമാണ്, അല്ലെങ്കിൽ ലവ് ഓഫ് നോളേജ്. അത് വളരെ റാഷണലായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള അപ്രോച്ചാണ്. അതിൽ തന്നെ 5 ബ്രാഞ്ച് ഉണ്ട്. എപ്പിസ്റ്റമോളജി, നോളജ് ഉണ്ട്. മെറ്റാഫിസിക്സ്, ബിയോണ്ട് സയൻസ്, പിന്നെ ഈസ്റ്ററ്റിക്സ്, ബ്യൂട്ടിയെ കുറിച്ച്, പിന്നെ എത്തിക്സ്, പിന്നെ ലോജിക്. ഈ 5 ബ്രാഞ്ചുള്ള ഇതിൽ ആദ്യം വരുന്ന ഗ്രീക്ക് ഫിലോസഫിയാണ്. അതിൽ തേൽസ് എന്ന ആളാണ് ഈ ഫിലോസഫിയുടെയും സയൻസിൻ്റെയും മാത്സിൻ്റെ എല്ലാം ഫാദർ. പുള്ളി കഴിഞ്ഞ് വന്നാണ് അനാക്സിമെൻഡർ, അനാക്സിമെനസ് എന്ന് 2 പേരുണ്ട്. അവർ എയർ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്, കണ്ടൻസേഷൻ റിഫ്രാക്ഷൻ വെച്ചാൽ. പിന്നെ വരുന്ന പാരമനൈഡ് പറഞ്ഞ ആൾ പറയുന്നത് ചേഞ്ച് ഇല്ലെന്ന് പറയുന്നത്, ഒരു ചേഞ്ചും ഉണ്ടാവില്ലെന്ന് പറയുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സെനോ പാരഡോക്സ് എന്ന ആൾ 40 പാരഡോക്സ് ഇറക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ഹെറാക്ലിറ്റസ് പറയുന്നത് ചേഞ്ച് ഉണ്ടാവും. അതായത് യു കാൻ സ്റ്റെപ്പ് ഇൻ ടു സെയിം റിവർ ട്വൈസ്. കാരണം ഒരു റിവറിൽ 2 ആണ് കയറാൻ പറ്റും, ഒരു റിവറിൽ കയറി 2ാമത് കയറിയാൽ മാറി. ചേഞ്ച് എപ്പോഴും ഉണ്ടാവുമെന്നാണ് ഹെറാക്ലിറ്റസ് പറഞ്ഞത്. പിന്നെ ഡെമോക്രിറ്റസ്, ലൂസിഫസ് എന്ന 2 പേരുണ്ട്. അവരാണ് ഈ ആറ്റമിക് തിയറം, ആറ്റമിസം കൊണ്ടുവന്നത്. അത് ഇന്ത്യൻ ഫിലോസഫിയിൽ വൈശേഷികയിൽ കനാദം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ എപ്പിക്യൂറിയം എന്ന ആളുണ്ട്. അതിലൊരു ഈ ലൈഫ് ഭയങ്കര പ്ലസർ, ഒരു ലൈഫ് എൻജോയ് ചെയ്യണം എല്ലാം. പക്ഷെ അത് ലിബറൽ മെറ്റീരിയലിസ്റ്റ് എന്ന് പറയും. അവർ ദൈവത്തിൽ ബിലീവ് ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു വേറെ വേഴ്സാണ് ചാർവാക പറഞ്ഞ ഇന്ത്യയിലുള്ള. അവർ ദൈവത്തെ വെച്ചിട്ടില്ല, ഇപ്പോൾ എൻജോയ് ചെയ്യുക, ഭാവി ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ അയാളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അയാൾ ഉദ്ദേശിച്ചത് നിങ്ങൾ എപ്പോഴും സുഖങ്ങളുടെ പുറകെ നടന്നു കഴിഞ്ഞാൽ ഫൈനലി ദുഃഖത്തിലേക്ക് എത്തണം അയാൾ ഉദ്ദേശിച്ചത്. പക്ഷെ അത് ചാർവാക അങ്ങനെയല്ല. ചാർവാക പറയുന്നത് ഈറ്റ് മെറി ആൻഡ് ഡ്രിങ്ക് എന്ന് പറയും. ആ ടൈപ്പ് ലൈഫാണ് ചാർവാക. ഇപ്പോൾ എന്താ കാണുന്ന കാര്യം മാത്രമേ ബിലീവ് ചെയ്യുള്ളൂ, ദൈവത്തെ കാണാൻ പറ്റില്ല, അപ്പോൾ ദൈവം ഇല്ലയെന്ന് പറയണം. അപ്പോൾ ഇതിൻ്റെ വേദിക് ഇതുണ്ട് ഇന്ത്യൻ ഫിലോസഫി തന്നെ. അതിൽ ന്യായ പറയും, ഇന്ത്യൻ ലോജിക് എന്ന് പറയും. കോർട്ടിലെല്ലാം ആർഗ്യുമെൻറ്റ് ചെയ്യിക്കും, സത്യം പുറത്ത് വരണമില്ല.
പിന്നെ വൈശേഷിക ഈ കർണാടകൻ്റെ, പിന്നെ സാങ്ക്യ, യോഗ, മീമാംസ. മീമാംസ പറഞ്ഞാൽ ഈ ബ്രാഹ്മണിക് റിച്വൽസ് മാറ്റിയൊക്കെയാണ്. ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാത്തവരാണ് ബുദ്ധിസം, ജൈനിസവും, ചാർവാക. പറഞ്ഞു വയ്ക്കണ കുറേ ഉണ്ട്. ജൈനിസം പറഞ്ഞാൽ കുറച്ച് റിലീജിയസ് ആണ്, അതിൽ ഒന്നിനെയും കൊല്ലാൻ പറ്റില്ല. അതായത് ഈവൻ മൈക്രോ ഓർഗാനിസം പോലും കൊല്ലാൻ പറ്റില്ല. അത് തെറ്റാണ്, കാരണം അത് സെൽഫ് ഡിഫെൻസ് ആയിട്ട് കൊല്ലും കുഴപ്പമില്ല. കുറച്ചുകൂടെ പ്രാക്ടിക്കൽ തോന്നി ബുദ്ധിസമാണ്. ബുദ്ധ 28 ബുദ്ധകളുണ്ടായി, 29ാമത്തെ ബുദ്ധ വരാണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഒരുപാട് വേഴ്സണുണ്ട്. ഇപ്പോൾ ബുദ്ധിസം വളരെ പ്രൊമിനൻ്റ് ആണ്, കാരണം ഇപ്പോൾ ആളുകൾക്ക് ഭയങ്കര ടെൻഷനായതുകൊണ്ട് മൈൻഡ് റിലാക്സ് ചെയ്യുന്നത് ബുദ്ധിസം നല്ലതാണ്. സെൻ ബുദ്ധിസം, മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. ഇത് ബുദ്ധിസത്തിലെ ബുദ്ധ ദൈവത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. അഗ്നോസ്റ്റിക്കും അല്ല, എത്തീസ്റ്റും അല്ല, ബിലീവറും അല്ല. കാരണം അങ്ങനത്തെ മെറ്റാഫിസിക്കലായ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഡേ ടു ലൈഫിന് വെച്ചാൽ പറയണം. വെസ്റ്റേൺ ഫിലോസഫി ഗ്രീക്ക് ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞാൽ പിന്നെ മെഡീവലാണ്. ഗ്രീക്ക് ഫിലോസഫി പറഞ്ഞാൽ എംപറിക്കലാണ്, മുയൽ റാഷണലും മെറ്റാഫിസിക്കലുമാണ്. പിന്നെ വരുന്നത് മിഡീവൽ ഫിലോസഫി, അത് ചേർച്ചാണ്, കാത്തലിക് ചേർച്ച് ഓറിയൻറ്റഡാണ്. അത് വളരെ ബയസ്ഡാണ്, അവർ റിലീജിയനോട് വളരെയധികം ബയസ്ഡാണ്. ആ സമയത്ത് ബ്രൂണോ ആളെ കൊന്നിട്ടുണ്ട്, പല ആൾക്കാരും കൊല്ലുക ചെയ്യുന്നുണ്ട്. കാരണം ഈ റിലീജിയൻ്റെ ഒരു കുഴപ്പം കാർൽ മാർക്സ് പറഞ്ഞത് ഈ ഒരുപാട് ഗുണങ്ങളുണ്ട്, പക്ഷേ ബ്ലൈൻഡ് ഫെയ്ത്ത് വരുന്നതുകൊണ്ട് ആൾക്കാരെ കൊല്ലുന്ന അവസ്ഥകളും വരും. ബ്ലൈൻഡ് ഫെയ്ത്താണ്, റീസണിങ് ഇല്ല. പിന്നെ വരുന്ന മോഡേൺ ഫിലോസഫി, അതാണ് സയൻറ്റിഫിക് അപ്രോച്ച്. ഡെക്കാർട്ടെ ഈ ലോജിക്ക് മാനിപ്പുലേറ്റീവ് ആണ്. ആക്ച്വലി ലോജിക്ക് കൊണ്ട് ദൈവം ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാൻ പറ്റും. ഇവരുണ്ടെന്നാണ് ഡെക്കാർട്ടിൽ സ്പിനോസയും ലേബിനിസം പറഞ്ഞത്. പിന്നെ വരുന്ന കോൺസെപ്റ്റ് എംപറിസിസം, മെറ്റീരിയലിസം, റാഷണലിസം എന്ന് പറയും. റാഷണലിസം ലോജിക്ക് നമ്മളെ ഇനേറ്റ് ആയിട്ട് വരുന്നതാണ് പറയുന്നത്. എംപറിസിസം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എക്സ്പീരിയൻസാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ കണ്ടംപററി ഫിലോസഫി പറയുന്നത് അനലിറ്റിക്കലും കോണ്ടിനെൻ്റലുമാണ്. അനലിറ്റിക്കൽ കുറച്ച് മാത്തമാറ്റിക്കൽ സയൻറ്റിഫിക് ഓറിയൻറ്റഡാണ്. ബർട്ടൺ, റസൽ, വിറ്റ്ഗൻസ്റ്റൈൻ, ഇങ്ങനെ പല ആൾക്കാരുണ്ട്. അത് ആംഗ്ലോഫോൺ ഫിലോസഫിയാണ്, ബ്രിട്ടീഷ് അമേരിക്കനാണ്. കോണ്ടിനെൻ്റൽ ഫിലോസഫി പറഞ്ഞാൽ കുറച്ചുകൂടി ഹ്യൂമൻ എക്സിസ്റ്റൻഷ്യലിസം എന്ന തിയറികളുണ്ട്, ഫ്രീ വില്ലിനെ കുറിച്ചല്ല. അത് കൊണ്ടുവന്ന സാർട്ടർ പറഞ്ഞ ആളാണ്. ഈ ഇതിൽ അനലിറ്റിക് ഫിലോസഫിയിൽ ബർട്ടൺ റസലും കോണ്ടിനെൻ്റൽ ഫിലോസഫിയിലെ സാർട്ടറും വേൾഡ് ഇൻ്റലക്ച്വൽ സെലിബ്രിറ്റിയായി മാറിയതാണ്. പിന്നെ ഈ ആഫ്രിക്കൻ ഫിലോസഫിയാണ് ഉബുണ്ടു എന്ന് പറയും, മാൻകൈൻഡ് ആണ് ഫിലോസഫി. പിന്നെ ഫിലോസഫി ലാംഗ്വേജ് ഉണ്ട്, അത് അനലിറ്റിക് ഫിലോസഫിയുടെ ബന്ധമുണ്ട്. ഫിലോസഫി ലാംഗ്വേജ് ആണ് ഫ്രഗെ കുറേ ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിലോസഫി മൈൻഡ് ഉണ്ട്, കോൺഷ്യസ്നെസ്സിനെ കുറിച്ച്. കോൺഷ്യസ്നെസ് ഉണ്ടോ ഇല്ലയോ, അങ്ങനെ ഒരുപാട്. കോൺഷ്യസ്നെസ് ഒരു സബ്ജക്റ്റീവായിട്ട് ഫിനോമിനലാണ്. അതിന് ഒരു ഒബ്ജക്റ്റീവ് സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന സംശയമുണ്ട്. പിന്നെ പറഞ്ഞു പോകണമെങ്കിൽ കുറേ ഉണ്ടിക്കണം. പിന്നെ എസ്തെറ്റിക്സ് ആണ് ബ്യൂട്ടി. അത് എസ്തെറ്റിക്സ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാണുന്ന സിനിമകളൊന്നും നല്ല ശരിക്കുള്ള സിനിമയാണ്. വേൾഡ് സിനിമയൊക്കെ റിയൽ ഫിലിം. ഇത് കാണുമ്പോൾ നമ്മുടെ ഇമോഷണൽ എനർജി പോവുകയാണ്, നമ്മൾ അതിനോട് വളരെ അഡിക്റ്റഡ് ആവും. റിയാലിറ്റിയും ഡിബേറ്റും ഇതൊന്നും നല്ല ശരിക്കുള്ള സിനിമ. വേൾഡ് സിനിമയൊക്കെയാണ് ശരിക്കുള്ള സിനിമ. പിന്നെ എത്തിക്സിനെ വെച്ച് പറയുകയാണെങ്കിൽ എത്തിക്സ് അങ്ങനെ സ്റ്റാൻഡേർഡായ എത്തിക്സ് ഇല്ല, യൂണിവേഴ്സൽ എത്തിക്സ് ഇല്ല. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എപ്പിസ്റ്റോളജി നോളജ്, അതായത് ഏറ്റവും വലിയ ഫിലോസഫേഴ്സ് സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിലാണ്. സോക്രട്ടീസ് ആണ് അയാളൊന്നും വായിച്ചിട്ടില്ല, അതിന് മുഴുവൻ ഈ ഇതിൻ്റെ ഡിബേറ്റിലൂടെയാണ് എല്ലാം ഡെവലപ്പ് ചെയ്തത്, സംസാരത്തിലൂടെ. പ്ലേറ്റോ അയാളുടെ സിസ്റ്ററാണ്. അയാൾ മോർ ലോജിക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ചില ആർട്ട് ഫോമിനെല്ലാം എതിരായി അയാൾ പറഞ്ഞു ചില തരത്തില. ഇപ്പോൾ തോന്നി സിനിമയിൽ ആർട്ട് ഫോം ആവശ്യമില്ല, കാരണം ഇത് നെഗറ്റീവാണ് കൂടുതൽ ചെയ്യുന്നത് പോസിറ്റീവിനെക്കാട്ടും. അങ്ങനത്തെ ആർട്ട് ഫോം എൻകറേജ് ചെയ്തെന്നാണ് പ്ലേറ്റോ പറഞ്ഞത്. പിന്നെ വന്ന് അരിസ്റ്റോട്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഫീൽഡില്ല, ഒരുപാട് ഫീൽഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സുവോളജി, ബോട്ടണി ഡെവലപ്പ് ചെയ്ത അയാളാണ്. പക്ഷേ അരിസ്റ്റോട്ടിൽ അപ്പോൾ പറഞ്ഞാൽ അയാളെല്ലാം തോട്ട് വെച്ച് ചെയ്യുന്നത്, എക്സ്പെരിമെൻറ്റ് ചെയ്യില്ല. അവിടെയാണ് ഗലീലിയോ സയൻസിന് ഒരു എക്സ്പെരിമെൻറ്റും മാത്സും ആഡ് ചെയ്തത്, മോഡേൺ സയൻസിലേക്ക് പോയത്. പിന്നെ ഐൻസ്റ്റൈനെല്ലാം മാത്തമാറ്റിക്കലേക്കാട്ടും കൂടുതൽ ഫിലോസഫർ. ഞാൻ പറ്റി റിസർച്ച് ചെയ്യുന്ന ഫിലോസഫി സയൻസിലാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് ആൾ അരിസ്റ്റോട്ടിലാണ്. പിന്നെ വരുന്നത് ഗലീലിയോ, പിന്നെ വരുന്ന ന്യൂട്ടൺ, പിന്നെ വരുന്ന ഐൻസ്റ്റൈൻ. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പേര് പറയുമെങ്കിൽ സ്റ്റീഫൻ ഹോക്കിങ് ഡിസബിലിറ്റി കൊണ്ടാണ് വലിയ ആളായത്. അതിൽ ഐൻസ്റ്റൈൻ്റെ അത്രയും ജീനിയസ് ആണെന്ന് പറയാൻ പറ്റില്ല. സ്റ്റീഫൻ ഹോക്കിങ് ഡിസബിലിറ്റിയുടെ പേരാണ്. ഐൻസ്റ്റൈൻ്റെ പോലെ അങ്ങനത്തെ സ്റ്റീഫൻ ഹോക്കിങ് അടിച്ചാണ് വേർമോളിൻ്റെ കോൺസെപ്റ്റെന്ന്. എംപറിക്കൽ എവിഡൻസ് ഇല്ല. പുള്ളിക്ക് നോബൽ പ്രൈസ് കിട്ടില്ല, കാരണം മെഡിസിൻ ശേഷവും കിട്ടില്ല, പുള്ളി മരിച്ചു പോയി, കിട്ടില്ല. ഈ വേർമോളിനും എംപറിക്കൽ എവിഡൻസും ഇല്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. ഐൻസ്റ്റൈന് കിട്ടാൻ കാരണം ബിക്കോസ് പുള്ളി നേരത്തെ എക്സ്പെരിമെൻ്റ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഐൻസ്റ്റൈനെക്കാട്ടും പിള്ളേർ ശരിക്കും ന്യൂട്ടനൊക്കെയാണ്. ന്യൂട്ടൺ, ഡാവിഞ്ചി അല്ലെങ്കിൽ ടെസ്ല, ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണ്. ഫിലോസഫി ലാംഗ്വേജ്, ഫിലോസഫി മാത്സ്, ഫിലോസഫി സയൻസ്, ഫിലോസഫി ഇല്ലാത്ത സ്ഥലവുമില്ല, എല്ലായിടത്തും ഉണ്ട്.
പറയാൻ പറ്റുന്ന കുറേ ഉണ്ട്. ഫിലോസഫി, റിലീജിയൻ പലതും ഉണ്ട്. ഇപ്പോൾ ഈ ഇന്ത്യൻ ഫിലോസഫിനേക്കാളും എന്തുകൊണ്ടാണ് ഈ വെസ്റ്റേൺ ഫിലോസഫി, ഇന്ത്യൻ ഫിലോസഫിനേക്കാളും വെസ്റ്റേൺ ഫിലോസഫി? ഇന്ത്യൻ ഫിലോസഫി ഇപ്പോൾ BJP വന്നതോടെ നല്ല കോൺട്രിബ്യൂട്ട് ഈ ശങ്കരാചാര്യൻ്റെ ഫിലോസഫി കുറെ എടുക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയല്ല 8th century വരെ മെറ്റീരിയലിസ്റ്റ് സയൻസ് നന്നായിട്ട് ഗ്രോ ചെയ്ത് വന്നതാണ്, ഫിസിക്സ് മറ്റല്ല. ഈ ശങ്കരാചാര്യയുടെ ഐഡിയലിസ്റ്റിക് ഫിലോസഫി, റിലീജിയസ് ഫിലോസഫി വന്നപ്പോഴാണ് ഇവിടെ മെറ്റീരിയലിസ്റ്റ് സയൻസ് ഗ്രോത്ത് പോയത്. ഇപ്പോൾ നമ്മൾ യൂറോപ്പിൽ വരെ കഴിഞ്ഞ 4 century ആയിട്ട് അവിടെ സയൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. ഇന്ത്യയിൽ പണ്ടേ ഉള്ളതാണ്. ശങ്കരാചാര്യയുടെ ഈ ഐഡിയലിസ്റ്റ് ഫിലോസഫി വന്നപ്പോഴാണ് അത് പോയത്, ഡാമേജാണ് വരുത്തിയ. ശങ്കരാചാര്യ ഒരു അദ്വൈത, ആത്മാൻ ബ്രഹ്മാണ്ഡം ചെയ്യുമാണ്. അങ്ങനെയാണെങ്കിൽ ടെമ്പിൾ പണിയേണ്ട ആവശ്യമില്ല, അത് കോൺട്രഡിക്ഷനാണ്. ഇതേപോലെ ബേർക്ലി വേണ ഒരു ഫിലോസഫർ പറയുന്നുണ്ട്, ടു ബി ഇസ് ടു ബി പെർസീവ്. അതായത് പെർസീവിന് മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ. പുള്ളി ഗോഡ് ബിലീവറാണ്, ദൈവത്തെ പുള്ളി കണ്ടിട്ടില്ല, പിന്നെ ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ കുറേ കോൺട്രഡിക്ഷൻ ഉണ്ട്. പറഞ്ഞു ഫിലോസഫി ഇത് വളരെ ഓൾഡ് സബ്ജക്റ്റാണ്, ഏറ്റവും ഓൾഡസ്റ്റ് സബ്ജക്റ്റാണ്, ഇല്ലാത്ത സ്ഥലവും. ഭഗവാൻ വിക്കൂർ പറഞ്ഞ കവിതയ്ക്ക് എന്താണ് പറയുക, സൂര്യന് കീഴെ ഒന്നുമില്ല പറഞ്ഞ പോലെ എല്ലാ ഇതിൽ വരുന്നതാണ്. ഫിലോസഫി മാത്സിൽ ഞാൻ 2 ഫിലോസഫേഴ്സ് സ്റ്റഡി ചെയ്യുന്നത്, ലെക്കട്ടോസും പിന്നെ ഇയാളും തോമസ് കൂൺ. അല്ല, ലെക്കട്ടോസ് ഫിലോസഫർ മാത്സാണ്. എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പല ആൾക്കാർക്ക് പറയുമ്പോൾ ട്രൈ ആയി തോന്നും, പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഒരുപാട് ടെർമിനോളജീസ് ഉണ്ട്, അത് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. ഈ ഇന്ത്യൻ ഫിലോസഫിനെ പറ്റി കുറച്ചുകൂടെ പറയാമോ? ഇന്ത്യൻ ഫിലോസഫി പ്യുവർലി സ്പിരിച്വലി ബ്രാഹ്മണിസം അങ്ങനത്തെ റിലീജിയസ് ആയിട്ടില്ല, ഹിന്ദുയിസാണ് കാണിക്കുന്നത്. അത് വേദാസ് തന്നെ അതല്ല. ഈ ബ്രാഹ്മിൻസിലെ ഒറിജിൻ അവർ ഇറാനിൽ വന്നവരാണ്, അവർ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്താണ്. ചതുർവർണ്ണയാണ് ഈ കാസ്റ്റ് സിസ്റ്റത്തിലുണ്ടല്ലോ, അത് ആക്ച്വലി അതിൽ ഡിവിഷണൽ ലേബറും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം മറ്റേ ആളെ സപ്രസ് ചെയ്യാനുണ്ട്. ഈ ബ്രാഹ്മിൻസിൽ നടക്കുകയാണെങ്കിൽ അവർ സംസ്കൃതത്തിൽ മാത്രം എഴുതി വെച്ചിട്ട് വേറെ ആർക്കും കൊടുക്കില്ല. വർഷങ്ങളോളം അവരുടെ ആൾക്കാർ മാത്രം കളി. അങ്ങനെയാണ് ഒരു സുപ്പീരിയർ റേസായി മാറിയത്. പക്ഷേ ബ്രാഹ്മിൻസിനെക്കാളും നല്ലത് ബുദ്ധിസമാണ്. ബുദ്ധിസ്റ്റുകൾ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കും, എല്ലാവർക്കും മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കും, എല്ലാം ചെയ്യും. ബുദ്ധിസ്റ്റാണ് കുറച്ചുകൂടി നല്ലത്. പക്ഷേ ഇന്ത്യയുടെ ഗോൾഡൻ പീരീഡാണ് ഗുപ്ത പീരീഡാണ്, ബ്രാഹ്മിൻസിൻ്റെ ഒരു ഇതാണ് എല്ലാം ഉണ്ടായത്. കാസ്റ്റ് സിസ്റ്റം അവർ കൊണ്ടുവന്നതാണ്. ആര്യൻ ഇതാണ്, അത് പുറത്തുനിന്ന് വന്നതാണ്, ഇറാനിൽ നിന്ന് വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്, അല്ലാതെ പ്രത്യേക റിലീജിയനൊന്നും ഇല്ല, പലരും വന്നു പോയിട്ടുണ്ട്. പിന്നെ കുറേ ഫിലോസഫേഴ്സ് ഉണ്ട്. ഈ മിക്ക ഫിലോസഫേഴ്സ് ഭയങ്കര എക്സെൻട്രിക് ആണ്. ഇവർ ചിലപ്പോൾ ഹോമോസെക്സ്വൽ ആയിരിക്കും, ചിലപ്പോൾ ഇവർ സൂയിസൈഡ് ചെയ്യും, അങ്ങനെയൊക്കെ ആൾക്കാരാണ്. നീൽസിയാണ് ഫിലോസഫർ ഉണ്ടായിരുന്നു, ഭയങ്കര എക്സെൻട്രിക് ഫിലോസഫറാണ്. അയാൾ പറഞ്ഞത് ക്രിസ്ത്യാനിറ്റിക്ക് എതിരായും 2000 വർഷം പറയാനാണ് ക്രിസ്ത്യാനിറ്റി ഉള്ളത്. അതിന് ആ പറഞ്ഞ കാര്യം ഇപ്പോൾ പ്രാക്ടിക്കൽ അല്ല, ഈ മാറ്റം എന്നാണ് പറയുന്നത്. ഗോഡ് ഇസ് ഡെഡ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സൂപ്പർ ഹ്യൂമൻ എന്നാണ് പറഞ്ഞത്. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം യൂറോപ്യൻ ഫിലോസഫിയാണ്, വെസ്റ്റേൺ ഫിലോസഫി. ഈ ഇന്ത്യൻ ഫിലോസഫിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫിലോസഫർ? ഇന്ത്യൻ ഫിലോസഫി എനിക്ക് ഇഷ്ടം ബുദ്ധിസമാണ്. ബുദ്ധിസം പറഞ്ഞാൽ അത് പ്രാക്ടിക്കലാണ് കുറേ ഉള്ളത്. പക്ഷെ അതിൽ കുഴപ്പമാണ്, പ്രസൻറ്റിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. പ്രസൻറ്റ് മാത്രം പോരാ, പാസ്റ്റും ഫ്യൂച്ചർ എല്ലാം വേണം. ആ ഒരു പ്രശ്നമുണ്ട്. എല്ലാ റിലീജിയൻ നോക്കിയാലും ബുദ്ധിസ്റ്റാണ് കുറച്ച്. ബുദ്ധിസം റിലീജിയൻ എന്ന് പറയാൻ പറ്റില്ല, അത് ഫിലോസഫിയാണ്. അത് ഒരുപാട് ഡിവിഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ബുദ്ധ പറഞ്ഞ കാര്യമൊന്നും അല്ല ഇപ്പോൾ ആൾക്കാർ പറയുന്നത്. അംബേദ്കറിനെ മോഡേൺ ബുദ്ധ എന്ന് പറയുന്നത്. പിന്നെന്താ പറയാൻ പറ്റുക? ഞാനിപ്പോൾ ഗ്രീക്ക് പറഞ്ഞു, ഗ്രീക്ക്, പിന്നെ മിഡീവൽ പറഞ്ഞു, പിന്നെ മോഡേൺ, പിന്നെ കണ്ടംപററി ഫിലോസഫി, അനലിറ്റിക്കൽ. ഞാൻ ഇപ്പോൾ അനലിറ്റിക്കലാണ് ചെയ്യുന്നത്, ഫിലോസഫി സയൻസിൽ. കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് അതാണ്. പക്ഷേ എനിക്ക് എല്ലാത്തിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്, ഒരെണ്ണം മാത്രമല്ല. PhD ചെയ്യുമ്പോൾ കുഴപ്പമാണ്, നമ്മൾ ഭയങ്കര സ്പെസിഫിക് ആണ്, ഒരെണ്ണത്തിൽ മാത്രമാണ്. ഡെപ്ത് ഉണ്ട്, പക്ഷെ വിടുത്തില്ല. ഈ ഡെപ്തും വിടുത്തും വേണം. മറ്റൊരു ടോപ്പിക് എടുത്ത് അത് മാത്രം ഡെപ്തിൽ പോവുകയാണ്. ഞാൻ ചെയ്യുന്ന റിസർച്ച് ടോപ്പിക്കാണ്. അതിൽ പറയുന്നത് ഈ രണ്ട് ഫിലോസഫേഴ്സാണ്, ലെക്കട്ടോസും തോമസ് കൂണും. അത് അതിൽ പോപ്പർ എന്ന ആളുണ്ട്. അതായത് അത് പറയാൻ പറ്റി കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് അറിയില്ല. അതായത് ഈ ലെക്കട്ടോസിലെ കുറച്ച് കൺസർവേറ്റീവ് അപ്രോച്ചാണ്. ഒരു ഫൈൻഡിങ് ഉണ്ടായി, ഒരു കോർ തിയറി എന്ന് പറയും, ഹാർഡ് കോർ എന്ന് പറയും. ആ തിയറിയെ അവർ കളയില്ല. ഈ മാത്സിലെ ആക്സിയോംസ് ഉണ്ട്, മാത്സിൽ ആദ്യം കുറച്ച് അസംപ്ഷൻസ് ഉണ്ട്, അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യില്ല. അതേപോലെ ഇതിൽ കുറച്ച് ബേസിക് ആയിട്ട് കുറച്ച് ഹാർഡ് കോർ ഉണ്ട്, അതിനെ ഒന്നും ചെയ്യില്ല. ബാക്കി പുറത്തുള്ള ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ അവിടെ ഒരു കുഴപ്പം പറയും, ഹാർഡ് കോറും ചെക്ക് ചെയ്യണം. കാരണം അത് തെറ്റിക്കഴിഞ്ഞാൽ എൻ്റെ തിങ് തെറ്റിപ്പോവും, അത് ചെക്ക് ചെയ്യുന്നില്ല. അതിനാണ് പോപ്പർ പറഞ്ഞ ഫാൾസിഫിക്കേഷൻ. പക്ഷേ എപ്പോഴും ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ സയൻസ് ഗ്രോ ചെയ്യില്ല. അതുകൊണ്ടാണ്
ഈ ലക്കറ്റോസ് ഇത് ആ ഹാർഡ് കോറിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഹാർഡ് കോറിനെ പക്ഷേ അതും ക്വസ്റ്റ്യൻ ചെയ്യണം. അതും ക്വസ്റ്റ്യൻ, കാരണം ആക്സിയംസ് പോലെ ആക്സിയംസ് അസംപ്ഷനാണ്. ഇതിൽ തെറ്റ് വരാം, ഇത് തെറ്റിക്കാൻ എൻ്റെ ഏതെങ്കിലും തെറ്റിപ്പോവും. പക്ഷേ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും തെറ്റ് വരുമ്പോൾ ഇപ്പോൾ ലക്കറ്റോസ് ഒരു തിയറി ഇപ്പോൾ അൺസയൻറ്റിഫിക് ആയിരിക്കും, പക്ഷേ ഭാവി സയൻറ്റിഫിക് ആയിട്ട് മാറാം. അതുകൊണ്ട് അത് കൺസേർവ് ചെയ്യും. പക്ഷേ പോപ്പർ പറഞ്ഞാൽ അപ്പത്തിനടുത്ത് കളയലാണ്. അങ്ങനെ വരുമ്പോൾ സയൻസിൽ പ്രോഗ്രസ് ചെയ്യില്ല. പ്രോഗ്രസ് സയൻസിന് വേണ്ടിയാണ് ലക്കറ്റോസ് ഈ സയൻറ്റിഫിക് റിസർച്ച് വഴിയാണ് അങ്ങനെ കൊണ്ടുവന്നത്. പക്ഷേ അതിന് ഈ ഒരു പ്രോബ്ലം ഉണ്ട്, എനിക്ക് തോന്നിയൊരു പ്രോബ്ലമാണ്. ആദ്യത്തെ കാര്യം തെറ്റിക്കഴിഞ്ഞാൽ എൻ്റെ തെറ്റി തെറ്റിപ്പോയില്ല. അപ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം. അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ശരിയല്ല. തോമസ് കുൺ ലക്കറ്റോസ്, അതാണ് എൻ്റെ റിസർച്ച് ടോപ്പിക്കാണ്. പിന്നെ ഈ ലക്കറ്റോസ് പറയുന്ന ആൾ അയാൾ പഠിച്ചത് ഫിലോസഫി. ഏറ്റവും ഇൻ്റലക്ച്വൽ സബ്ജക്റ്റാണ് മാത്സ്, ഫിസിക്സ്, ഫിലോസഫിയാണ്. ഈ 3 സബ്ജക്റ്റാണ് ഏറ്റവും ടഫായി പഠിക്കാൻ. പക്ഷേ ഫിലോസഫിയാണ് ഏറ്റവും നെഗ്ലക്റ്റഡായി മാറുന്നത്. വെസ്റ്റേൺ ഫിലോസഫി കുറച്ച് ലോജിക്കൽ ഓറിയൻറ്റഡ് ആണ്. കാരണം ഈ ഒരു സമയത്ത് ഈ റിലീജിയൻ്റെ ഒരു കുഴപ്പമാണ്. റിലീജിയൻ വരുമ്പോൾ റിലീജിയൻ ഡോമിനേറ്റ് സമയത്ത് ആളുകൾ ലോജിക്കൽ തിങ്കിങ് കൊണ്ടുവന്നത് ഫിലോസഫിയാണ്. മിഡീവൽ കാലത്തിൽ വളരെ മോശമായിരുന്നു, ആൾക്കാരെ കൊല്ലുക അങ്ങനെ പലതും ഉണ്ടായിരുന്നു. പിന്നെ ഐഡിയലിസം, മെറ്റീരിയലിസം ആണ് തിയറി ഉണ്ട്. മെറ്റീരിയലിസം പറഞ്ഞാൽ മാറ്ററാണ്. ഇപ്പോൾ ഈവൻ സയൻറ്റിസ്റ്റുമാരായാലും കമ്മ്യൂണിസ്റ്റുകാരും ബിലീവ് ചെയ്യുന്നതാണ്, മെരിക്കിനോടെല്ലാം കഴിഞ്ഞു. ഐഡിയലിസം പറയുമ്പോൾ സോൾ അങ്ങനത്തെ അതിൽ വരും, ആത്മാവ് അങ്ങനത്തെ അതിൽ വരും. ഐഡിയലിസം പറഞ്ഞാൽ റിലീജിയനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ്. പിന്നെ വൺ ഓഫ് ഗ്രേറ്റസ്റ്റ് ഫിലോസഫറാണ് കാൻഡാണ്. കാൻഡ് ക്രിട്ടിക്കൽ പ്യൂർ റീസം ആണ് ലോജിക്കാണ്, ക്രിട്ടിക്കൽ പ്രാക്ടിക്കൽ റീസം ആണ് എത്തിക്സ്, ക്രിട്ടിക്കൽ ജഡ്ജ്മെൻറ്റ് ഈസ്റ്റ് ടെക്സ്റ്റ്. ഇത് 3 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞു പോകണമെങ്കിൽ കുറേ ഉണ്ട്. പക്ഷേ ലോജിക്കിനോട് പറയുമ്പോൾ ഇപ്പോൾ ഒരു എൻലൈറ്റ്മെൻറ്റ് ഒരു കാലം ആദ്യം റൊമാൻറ്റിക്സ് ആയിരുന്നു യൂറോപ്പിൽ, അത് ആർട്ടല്ലായി. ഈ എൻലൈറ്റ്മെൻറ്റ് ലോജിക്ക് വന്നതോടെ ആളുകൾ മെൻ്റൽ പേസിലാണ് കൂടി, മാനസിക രോഗികളാണ്. കാരണം ലോജിക്ക് മാനിപ്പുലേറ്റീവാണ്. ലോജിക്ക് വെച്ച് ഉണ്ടെന്നും ദൈവത്തെക്കുറിച്ചാണെങ്കിൽ ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. ഇപ്പോഴത്തെ ആൾക്കാർ അതുകൊണ്ട് എത്തീസം വളരെ കൂടി വരുന്നു ലോജിക്കായി ചിന്തിക്കുമ്പോൾ. സയൻറ്റിസ്റ്റ് എന്ന് പറയും സയൻസ്, പക്ഷേ സയൻസ് വെച്ച് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സയൻസ് ഡീൽ ചെയ്യാൻ ലോജിക്കലും എംപറിക്കലായ കാര്യമാണ്. ഇത് രണ്ടും ഹ്യൂമൻ ലിമിറ്റേഷനിൽ വരുന്നതാണ്. ഇന്ന് ബിയോണ്ട് ട്രാൻസ്ജെൻഡറിലായ സെൻസിനപ്പുറത്ത് ലോകത്ത് ദൈവം ഉണ്ടാവാതിരിക്കാം എന്നാ പറയാം. അപ്പോൾ അങ്ങനത്തെ എല്ലാ കാര്യവും ഇപ്പോഴത്തെ യൂത്തിൽ പറയുമ്പോൾ എല്ലാം സയൻസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് ബിയോണ്ട് ഉള്ളതാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. ബിയോണ്ട് സയൻസ് അല്ല, ബിയോണ്ട് ഫിസിക്സ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അഗ്നോസ്റ്റിക്സാണ് ശരിക്കും ബിലീഫ്. ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു ക്വസ്റ്റ്യൻ പോലെ ഉള്ളതാണ്. അനലിറ്റിക് ഫിലോസഫി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. വളരെ മാത്തമാറ്റിക്കൽ സയൻറ്റിഫിക് ഓറിയൻറ്റഡാണ്. കൂടുതൽ ആൾക്കാർ റിസർച്ച് ചെയ്യുന്ന ക്വാണ്ടം ഫിലോസഫിയിലാണ്. ഇന്ത്യൻ ഫിലോസഫി പറഞ്ഞാൽ ഇന്ത്യൻ ഫിലോസഫി ആണ് പ്യൂർലി സ്പിരിച്വലാണ്. സ്പിരിച്വാലിറ്റി റിലീജിയൻ വ്യത്യാസം പറഞ്ഞാൽ റിലീജിയൻ പറയുമ്പോൾ റിച്വൽസ് ഉണ്ടാവും, സ്പിരിച്വാലിറ്റിയിൽ റിച്വൽസ് ഉണ്ടാവില്ല. സ്പിരിച്വൽ ആവുന്നത് നല്ലതാണ്, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നല്ലതാണ്. പക്ഷേ റിലീജിയൻ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ബുദ്ധിസമാണ്, ബ്രാഹ്മണിസത്തെക്കാട്ടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് ഡിസ്കസ് ചെയ്താൽ ഇങ്ങനെ ബ്രീഫായിട്ട് പറഞ്ഞേ ഉള്ളൂ. ബേസിക്കലി വെസ്റ്റേൺ ഫിലോസഫി പറഞ്ഞാൽ ഗ്രീക്ക്, മിഡീവൽ, പിന്നെ മോഡേൺ, പിന്നെ കണ്ടംപററി ഫിലോസഫി പറഞ്ഞാൽ അനലിറ്റിക്കലും കോണ്ടിനെന്റലും. വെസ്റ്റേൺ ഫിലോസഫി കുറച്ചുകൂടെ പ്രാക്ടിക്കലും എൻ്റെ താല്പര്യം വെസ്റ്റേൺ. ഇന്ത്യൻ ഫിലോസഫി പറഞ്ഞാൽ അത് നല്ലതാണ്, പറയുന്ന കുറേ കാര്യം ശരിയാണ്. മെൻ്റൽ ഹെൽത്ത് നല്ലതാണ്. ക്രിസ്ത്യൻ ആകുമ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. ഈ എത്തിസ്റ്റ് ആൾക്കാരെല്ലാം ജീവൻ ട്രാജഡിയാണ്. അവർക്ക് ഈ ലോജിക്കലായി ചിന്തിച്ചിട്ട് അവർക്ക് ഡെവലപ്മെൻറ്റ് ഹാപ്പി ആയിരിക്കില്ല അവർ. ഇപ്പോൾ ക്വാണ്ടം ഫിലോസഫി എടുക്കാൻ സാർട്ടർ, ഹെയ്ഡഗർ, മീനാരാണ് ഹസറൽ, കുറേ പേരുണ്ട്. ഈ സാർട്ടർ പറഞ്ഞ എക്സിസ്റ്റൻഷ്യൽ തിയറി അല്ലെ 80s ഇവിടെ ഭയങ്കര തരംഗമായിരുന്നു ക്യാമ്പസിലെല്ലാം. സാർട്ടർ മാർക്സിസ്റ്റുകാരനായിരുന്നു. പറഞ്ഞു വേണമെങ്കിൽ കുറേ ഉണ്ട്. അത് ഭയങ്കര ബ്രോഡായ സബ്ജക്റ്റാണ്, വളരെ വാസ്റ്റാണ്. കാരണം എല്ലാ സബ്ജക്റ്റിലും വരുന്നുണ്ട്, ഭയങ്കര വാസ്റ്റാണ്. പക്ഷെ ഇല്ല ഇപ്പോഴത്തെ ജനറേഷൻ ആൾക്കാർക്ക് താല്പര്യമുണ്ടോയെന്ന് അറിയില്ല. കേരളത്തിൽ വളരെ നെഗ്ലക്റ്ററാണ്. കുറച്ച് ആൾക്കാർ. എനിക്കിപ്പോൾ ഇവിടെ കൊച്ചി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബാബു ജോസ് സാറാണ് അറിയാം. പുള്ളി വൈസ് ചാൻസലറായിരുന്നു. പുള്ളി തിയറി ഫിസിസിസ്റ്റാണ്. പുള്ളിയുടെ എല്ലാ ഗൈഡൻസിലാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ മനസ്സിലാക്കണില്ല. മോഡേൺ ഫിലോസഫി കുറച്ചുകൂടി സയന്റിഫിക് ആ റിലീജിയൻ്റെ മാറിയിട്ട് സയന്റിഫിക് ആയിട്ട് പോകണം. പക്ഷേ ഈ എംപറിസിസോ നാഷണലിസമോ നാഷണലിസമാണ് തോട്ട് മാത്രം. ഇപ്പോൾ ഈ സയൻസ് പ്യുവർലി എംപറിക്കൽ എവിഡൻസ് ആണ്. പക്ഷേ മാത്സ്, ലോജിക്ക്, ഫിലോസഫി ഇത് ഫാക്റ്റല്ല, ഇവിടെ തോട്ടാണ്, ഫാക്ച്വൽ അല്ല.
ഈ സയൻസ് പറഞ്ഞ ഫാക്ട് പറഞ്ഞാൽ റീസണിങ് അല്ല, ഒബ്സർവേഷനാണ്. അതുകൊണ്ട് സയൻസിൽ എന്തൊക്കെ പറഞ്ഞാലും അവസാനം എംപിറിക്കൽ എവിഡൻസ് വേണം, എക്സ്പെരിമെൻറ്റ് വേണം, അല്ലാതെ അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ മാത്സിൽ ലോജിക് ആയാലും ഈവൻ ഫിലോസഫി ആയാലും അത് നോൺ സെൻസിക്കൽ, നോൺ ഫാക്ച്വലാണ്. ലോജിക്കിനെ വെച്ച് പറയാൻ മറന്നു. ലോജിക്ക് ഡെവലപ്പ് ചെയ്തത് അരിസ്റ്റോട്ടിലാണ്. ഇപ്പോൾ മോഡേൺ ലോജിക് ആൻഡ് സിംബോളിക് ലോജിക് കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സിൽ ഉപയോഗിക്കണം. അത് ഫ്രെഗെ ബൂൾവൻ ആൾക്കാർ ഡെവലപ്പ് ചെയ്തതാണ്. അത് മാത്തമാറ്റിക്കൽ അപ്രോച്ചാണ്. അത് ഞാൻ ലോജിക്ക് പറഞ്ഞു, എസ്തെറ്റിക്സ്, എത്തിക്സ്, മെറ്റാഫിസിക്സ്, എപ്പിസ്റ്റമോളജി. സോക്രട്ടീസ് ആണ് നമുക്ക് ട്രൂ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല പറയുന്നത്, എല്ലാ പ്രോബ്ലം സോൾവ് ആണെന്ന് പറയുന്നത്. നോളജ് പറഞ്ഞാൽ വെറുതെ നോളജ് ആയിരിക്കണം, അത് ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കണം. അപ്പോഴാണ് അക്യുറേറ്റ് നോളജാണ് മാറുന്നത്. നോളജിൻ്റെ ആപ്ലിക്കേഷനാണ് വിസ്ഡം. ആ വിസ്ഡത്തെക്കുറിച്ചുള്ളതാണ് ഫിലോസഫി. പിന്നെ ഗ്രീക്ക്, മിഡീവൽ, പിന്നെ എന്താ പറഞ്ഞാൽ ഇതൊക്കെയാണ് ബേസിക്കലി പറയാനുള്ളത്. ഞാൻ ഇപ്പോൾ ഫിലോസഫി മാത്സ് അല്ല അനലിറ്റിക്കലാണ് വരുന്നത്. ഇപ്പോൾ വിറ്റ്ഗൻസ്റ്റൈൻ ആളുണ്ട്. ഇപ്പോൾ ഈ റസൽ പറഞ്ഞ ആൾ സ്കോളറാണ്, ഒരുപാട് വായിച്ചുണ്ടാക്കിയ നോളജാണ്. പക്ഷേ വിറ്റ്ഗൻസ്റ്റൈൻ അങ്ങനെയല്ല, അതൊന്നും വായിച്ചിട്ടില്ല, പക്ഷേ അതിൽ ജീനിയസാണ്, 20th സെഞ്ചുറിയിലെ തിങ്കറാണ്. അയാൾ പറഞ്ഞു ഇതുവരെ ഉണ്ടായ ഫിലോസഫി എല്ലാം സൈക്കോളജിസം, സബ്ജക്റ്റീവാണ്, ലാംഗ്വേജാണ്, ഫിലോസഫി ലാംഗ്വേജ് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. അതേപോലെ 1920s വിയനാസ് ലോജിക്കൽ പോസിറ്റിവിസം എന്ന മൂവ്മെൻറ്റ് നടന്നുണ്ട്. ആ മൂവ്മെൻറ്റിലാണ് എംപിറിക്കൽ കാര്യം മാത്രം. പക്ഷെ അവിടെ സയൻറ്റിഫിക് ആയിട്ട്, പക്ഷെ അവിടെ കുഴപ്പം പറഞ്ഞാൽ ട്രാൻസ്ജെൻഡറിലെ കാര്യങ്ങളുണ്ടാവാം, നമുക്ക് കാണാൻ പറ്റാത്ത നമ്മുടെ സയൻസിനപ്പുറത്തെ കാര്യങ്ങളുണ്ടാവും. അത് ടോട്ടലി നെഗ്ലക്റ്റ് ചെയ്യാം. അവർ ആ മെറ്റാഫിസിക്സിന് മുഴുവൻ റിജക്റ്റ് ചെയ്ത് കളയുക ചെയ്ത. എല്ലാ എംപിറിക്കലാണോ ഇല്ല, എംപിറിക്കലാണെങ്കിൽ നമ്മുടെ 5 സെൻസ് ഓർഗൻസ് വെച്ചിട്ടുള്ളവരായിട്ട്. അതിന് ബിയോണ്ട് എന്തൊക്കെയായാലും ഇപ്പോൾ ചില ശബ്ദം പട്ടികൾ, ഈ എർത്ത് കേക്കിൽ പണ്ടേ പട്ടികൾക്ക് പ്രെഡ് ചെയ്യാൻ ഒച്ചയുണ്ടാകും, പക്ഷെ നമുക്ക് കേൾക്കാൻ പറ്റില്ല. നമുക്ക് 20 years ഉള്ള 20 kilos വരെ ശബ്ദമേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ 5 സെൻസ് ഓർഗൻസിന് അപ്പുറത്തും ഉണ്ടാവാം. അപ്പോൾ അതിനെയാണ് ട്രാൻസ്ജെൻഡർ. അങ്ങനത്തെ കാര്യം ലോജിക് പോസിറ്റീവിൽ അംഗീകരിക്കുന്നില്ല, എംപിറിക്കൽ മാത്രമാണ്. സയൻസിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമാണ് എംപിറിക്കൽ ആൻഡ് ലോജിക്കൽ. ലോജിക്ക് മാൻമെയ്ഡാണ്, മാനിപ്പുലേറ്റീവാണ്, ഇങ്ങനെ വേണമെങ്കിൽ മാറ്റാം. എംപിറിക്കൽ പറഞ്ഞാൽ നമ്മുടെ സെൻസ് ഓർഗൻസ്. ഇത് രണ്ടിനും ബിയോണ്ട്, ഈ 2 കാര്യമാണ് സയൻസിലുള്ളത്. ഇപ്പോൾ ഇപ്പോഴത്തെ യൂത്ത് മുഴുവൻ സയൻസ് വെച്ച് ദൈവം ഇല്ല അങ്ങനെ പ്രൂവ് ചെയ്യാണ്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. അതാണ് സയൻസാണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. അത് ശരിയായ തിങ്കിങ് അല്ല. പിന്നെ മാത്സിൽ ഇൻഡ്യൂസ് വേണം. നമ്മൾ ആദ്യം ഇപ്പോൾ ആർട്ടെന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ് മാത്രം മതി, ലോജിക്ക് വേണമെന്ന് നിർബന്ധമില്ല. നമ്മൾ സിനിമ കാണുമ്പോൾ ലോജിക്ക് നോക്കേണ്ട ആവശ്യമില്ല. പൊട്ടത്തരം കാണിക്കുമ്പോൾ കുഴപ്പമില്ല. ഈ തമിഴ് സിനിമയിൽ കാണിക്കുമ്പോൾ പൊട്ടത്തരം കാണാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഫിലിമുകളുണ്ടായിരുന്നു, ഒരു നിവിൻ പോളിയുടെ, അതൊന്ന് നോവലാണ്, അത് നമ്മൾ ഫിക്ഷനായിട്ട് എടുത്താൽ മതി. പക്ഷേ ഈ എന്താ പറഞ്ഞു വന്ന ഇടയ്ക്ക് ഈ ഒരുപാട് ആലോചിക്കുമ്പോൾ അപ്പോൾ ആർട്ടിന് ഇൻഡ്യൂസ് മാത്രം മതി. പക്ഷെ നമ്മൾ ഈ സയൻസ് വരുമ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഡ്യൂഷനാണ്. ഒരു മാത്സിൽ ഒരു ആക്സിയം ഉണ്ടാകുമ്പോൾ ആദ്യം ഇൻഡ്യൂഷൻ, പിന്നെ ആദ്യം നമുക്ക് ലോജിക്ക് അപ്ലൈ ചെയ്യണം. ലോജിക്കും പോകണ്ട. അതാണ് ഞാൻ കോയിൻ ലോജിക്കൽ ഇമാജിനേഷൻ. ഇൻഡ്യൂഷൻ പറഞ്ഞാൽ ഒരു ഐഡിയ വരുന്നതാണ്. അത് നമുക്ക് എപ്പോഴേ വരുന്നു പറയാൻ പറ്റില്ല, അൺപ്ലാൻഡ് റാൻഡം ആക്ടിവിറ്റിയാണ്. അതിൽ തന്നെ രാഷണൽ ഇൻഡ്യൂഷനുണ്ട്, ഇൻ്റലക്ച്വൽ ഇൻഡ്യൂഷൻ ഉള്ളതുകൊണ്ട്. ഇൻഡ്യൂഷൻ ഇമാജിനേഷനാണ് സ്റ്റാർട്ടിങ് ഒരു കാര്യം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ലോജിക് അനാലിസിസ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റെം, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ് എല്ലാവരും അന്ന് പറയുകയാണ്. അത് പോകുന്ന അതിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് കൊണ്ടല്ല, സ്റ്റാറ്റസ് ആൻഡ് മണി അങ്ങനത്തെ കാര്യം നോക്കിയിട്ടാണ്. അപ്പോൾ സ്റ്റെമ്മിന് പറയുകയാണ് എല്ലാവരും. പക്ഷേ അത് ശരിയായിട്ടുണ്ടല്ലോ. ഇപ്പോൾ IITs മിക്ക പിള്ളേരും, ചേരഭാഗത്ത് പറഞ്ഞു, മിക്ക പിള്ളേരും പോകുന്ന സബ്ജക്റ്റിൻ്റെ താല്പര്യത്തിലല്ല. അവർക്ക് ഫിനാൻസും എക്കണോമിക് സ്റ്റാറ്റസ് മണിക്ക് വേണ്ടിയാണ്. ശരിക്കും സബ്ജക്റ്റ് പഠിക്കുന്ന ഉദ്ദേശത്തിലല്ല പോകുന്നത്. ഇപ്പോൾ IITയിലല്ല ഇങ്ങനെ കുറേ പ്രോബ്ലം സോൾവിങ് മെയിൻലി എനിക്ക് അതിൽ കിട്ടിയതാണ്. അപ്പോൾ പ്രോബ്ലം സോൾവിങ്ങേ ഉള്ളൂ, ക്രിയേറ്റിവിറ്റി ഒട്ടുമില്ല. പിന്നെ ഇന്ത്യയിലെ ഒരു കുഴപ്പമാണ്, നമ്മൾ മാത്സിലും മെമ്മറിയും വളരെ മിടുക്കറാണ്. പക്ഷെ നമ്മൾ കൈകൊണ്ട് ഒന്നും ചെയ്യില്ല. പ്രാഗ്മാറ്റിക്സ് എന്ന് പറയും, കൈകൊണ്ട് ചെയ്യണം, പ്രാഗ്മാറ്റിക്കിലാണ്. അത് അമേരിക്കയിൽ കൊണ്ടുവന്ന ജോൺ ഡ്യൂ എന്ന ആളാണ്. നമ്മൾ ചെയ്തുകൊണ്ട് പഠിക്കുമ്പോഴാണ് നമ്മൾ കൈനസ്റ്റിക്, നമ്മൾ ഓർത്ത് വെക്കുന്നത്, നമ്മുടെ കൈനസ്റ്റിക് മെമ്മറി എന്ന് പറയും. ഇവിടെ ഇപ്പോൾ IITയിൽ പോലും കൈകൊണ്ട് ഒന്നും ചെയ്യലില്ല. നമ്മൾ മെൻ്റൽ അരിത്തമെറ്റിക് മെമ്മറിക്കും എടുക്കണം. റിസർച്ച് ചെയ്യുമ്പോൾ മെമ്മറിയുടെ ആവശ്യമില്ല, കാരണം എല്ലാം റെഫറൻസാണ്. അതുകൊണ്ട് റിസർച്ച് ചെയ്യാൻ ഏറ്റവും എടുക്കുന്നത് ഈ ഫോറിനേഴ്സാണ്. അവർക്ക് ഇന്ത്യൻസിനകത്ത് മെമ്മറി ഇല്ല, പക്ഷേ എല്ലാം റെഫറൻസാണല്ലോ. ഇന്ത്യൻസ് മെമ്മറി മാക്സിമം എടുക്കണം, റിസർച്ച് പറ്റില്ല. ഇവിടെ നമ്മൾ കൈകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല, ആ ഒരു പ്രാഗ്മാറ്റിക് ലേണിംഗ് ഇല്ല. അത് ഇവൻ IITകളിലും ഇല്ല. ഇപ്പോൾ എല്ലാവരും പറയും IIT IIM അങ്ങേറ്റാ പറയും. പക്ഷേ അവിടെ മെയിൻലി പോകുന്ന ആൾക്കാർ പോകുന്നത് തന്നെ പണം ഉണ്ടാക്കാനും സ്റ്റാറ്റസിന് വേണ്ടിയാണ്. ശരിക്കും എഡ്യൂക്കേഷൻ പണ്ട് നളന്ദ, തക്ഷശീല ഇവിടെ നടന്നിട്ടുണ്ട്. അതൊക്കെ റിയൽ എഡ്യൂക്കേഷൻ. ഇപ്പം ഐൻസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ എക്സാംസ് ശരിയായ സിസ്റ്റം അല്ല, ഇതിൽ ക്രിയേറ്റിവിറ്റി ആണ്. അങ്ങനെ സിസ്റ്റം ഇവിടെ ഇപ്പോൾ ഗ്രേഡിംഗ് ആണ്. അമേരിക്കയിൽ പോലും ഗ്രേഡിംഗ് ആണ് ഇപ്പോഴും. ഇതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരാത്തത്. ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. സ്റ്റീഫൻ ഇവരൊരു വലിയ നമ്മളിവിടെ എല്ലാവരും അക്കാഡമിക്കലി ഇതായിട്ട് പറയണം. ഐൻസ്റ്റൈൻ വലിയ സ്റ്റുഡൻ്റ് അല്ല, സ്റ്റീഫൻ ഹോക്കിംഗ് വലിയ സ്റ്റുഡൻ്റ് അല്ല.
കാരണം അതൊരു ഭയങ്കര അക്കാഡമിക് ആകുമ്പോൾ നമ്മൾ കൺസർവേറ്റീവ് ആയിട്ട് മാറും, റെവല്യൂഷണറി ചിന്തിക്കില്ല. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് ചേഞ്ച് വരുത്താനുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ നന്നായി പഠിക്കുന്ന പിള്ളേരാണെങ്കിലും 99.9 മാർക്കിലുണ്ടാവും. പക്ഷേ അവർക്ക് സബ്ജക്ട് നോളജ് ഉണ്ട്, പക്ഷേ മാനസിക വളർച്ചയില്ല, മാനസിക വളർച്ച ഒട്ടുമില്ല. അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. എഡ്യൂക്കേഷൻ ബ്രെയിനിൻ്റെ ഒപ്പം തന്നെ എഡ്യൂക്കേഷൻ ഹാർട്ട്, നല്ല മനസ്സും വേണം. ഇപ്പോൾ നല്ലൊരു മനസ്സില്ലാതെ എത്ര ബുദ്ധി ഉണ്ടായാൽ ഡേഞ്ചറസ് ആണ്, നെഗറ്റീവായിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ ഇല്ലാത്ത സിവിൽ എഞ്ചിനീയറാണ്, നമുക്ക് നല്ല മനസ്സിലാവും ബുദ്ധി ഭയങ്കരമായിട്ടാണെങ്കിൽ അങ്ങനെ ബുദ്ധി ഉണ്ടാകാൻ ഡേഞ്ചറസ് ആണ്, കാരണം നെഗറ്റീവായിട്ട് ഉപയോഗിക്കുള്ളൂ. ഇപ്പോൾ എഡ്യൂക്കേഷൻ ബ്രെയിൻ മാത്രമേ നടക്കുള്ളൂ, എഡ്യൂക്കേഷൻ ഹാർട്ട് നടക്കുന്നില്ല. പിന്നെ എല്ലാ ഫീൽഡിലും വേണ്ടതാണ് എത്തിക്സ് എന്ന സംഭവം. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു, പണ്ട് കമ്പ്യൂട്ടർ വന്നു. ഇതെല്ലാം എത്തിക്സ് ഇല്ലെങ്കിൽ ഇതെല്ലാം മിസ്യൂസ് ആവും. ഇത്രയാണ് എത്തിക്സ്, എസ്തെറ്റിക്സ്, എപ്പിസ്റ്റമോളജി, മെറ്റാഫിസിക്സ്, പിന്നെ ലോജിക്ക. അങ്ങനെ ഈ 5 ബ്രാഞ്ചാണ് വെസ്റ്റേൺ ഫിലോസഫിയിലുള്ളത്. അല്ലാതെ ഗ്രീക്കാണ് ഏറ്റവും ഓൾഡ്, പിന്നെ മീഡിയവൽ റോമൻ എംപയറിൽ വന്ന്, പിന്നെ മോഡേൺ, ഇപ്പോഴത്തെയാണ് അനലിറ്റിക്കൽ കോൺവെന്റ്. പിന്നെ ചൈനീസ് ഫിലോസഫി ഉണ്ട്, കൺഫ്യൂഷ്യസിൻ്റെ അല്ല. കൺഫ്യൂഷ്യസ് ഇമ്പോർട്ടൻസ് ഫാമിലി ആൻഡ് റിച്വൽസ് അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇന്ത്യൻ ഫിലോസഫി ആണ് പ്യുവർലി സ്പിരിച്വലാണ്. അത് വായിക്കാൻ നല്ലതാണ്, മെൻ്റൽ ഹെൽത്ത് നല്ലതാണ്. പക്ഷെ ലോജിക്കലാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അമേരിക്കൻ, ചൈന, പലതും ഉണ്ട്. എല്ലാത്തിലും ഫിലോസഫി ഉണ്ട്. ഫിലോസഫി ഹിസ്റ്ററി ഉണ്ട്, ഫിലോസഫി എക്കണോമിക്സ് ഉണ്ട്. എക്കണോമിക്സിലാണ് ആഡം സ്മിത്ത്, കെയ്ൻസ് പറഞ്ഞ ആൾക്കാരെല്ലാം. ഇപ്പോൾ അർത്ഥശാസ്ത്രമാണ് ബുക്ക് ചാണക്യതയുണ്ട്, കൗതില്യമാണ് അർത്ഥശാസ്ത്ര, ഇന്ത്യൻ എക്കണോമിക്സ് ഇന്ത്യയിലാണ്. പിന്നെ അതേപോലെ ബ്രിട്ടീഷ് ഉണ്ട്, ഹോബ്സണാറുണ്ട്. ഫിലോസഫി പൊളിറ്റിക്സ് ഉണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഒരു തരത്തിൽ ഫിലോസഫിയാണ്. ഡയലക്റ്റിക് മെറ്റീരിയലിസവും ഹിസ്റ്റോറിക് മെറ്റീരിയലിസം പറയും. അതൊരു തരത്തിൽ അതൊരു ഫിലോസഫിയാണ്. ഇൻ്റലക്ച്വൽ കമ്മ്യൂണിസ്റ്റുകളുണ്ട്. പണ്ടുള്ള കമ്മ്യൂണിസ്റ്റുകളിൽ ഒരുപാട് ഇൻ്റലക്ച്വൽസ് ആൾക്കാരുണ്ടായി. ഇപ്പോൾ ഈ EMS പോലെ ആൾക്കാർ വളരെയധികം സ്കോളേഴ്സാണ്. സ്കോളർ വേണം, നോളജ് ഉണ്ട്, അത് ആർക്കും വേണ്ടി ചെയ്യുക. അതാണ് റസ്സൽ ചെയ്തത്. പക്ഷേ വിറ്റ്ഗൻസ്റ്റൈൻ പറഞ്ഞ ആളാണ് ജീനിയസ്. അയാൾ അധികം വായിച്ചിട്ടില്ല, പക്ഷേ അതിൽ ചിന്തിക്കാൻ കഴിവുണ്ടായി. വെറുതെ വായിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ചിന്തിക്കണം. വായന വേണം, വായനയുടെ ഒപ്പം തന്നെ ചിന്തിക്കാൻ കഴിവാണ്, എന്നാലും പുതിയ ഐഡിയാസ് ഉണ്ടാവും. എപ്പോഴും വായിക്കുന്നവർക്ക് ഐഡിയാസ് ഉണ്ടാവില്ല. അപ്പോൾ വായനയും ചിന്ത രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകണം. അപ്പോൾ ഐൻസ്റ്റൈൻ പറഞ്ഞത് നോളജ് അല്ല, ഇമാജിനേഷൻ സെരിക്കുലർ ഇൻ്റലിജൻസ് ആണ് ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊന്നും ഈ ഇമാജിനേഷൻ ഇൻഡ്യൂഷനൊന്നും യാതൊരു വിലയില്ല. ഇവിടെ നടക്കുന്ന ഇപ്പം നമ്മൾ ഒരു തിയറി എന്ന് പറഞ്ഞാൽ അൺസർട്ടൻ ബേസ് പറഞ്ഞാൽ അതിൻ്റെ ഫോർമുല വെച്ച് ഇവർ പ്രോബ്ലം സോൾവ് ചെയ്യും. പക്ഷെ ആ തിയറി ശരിയാണെന്ന് നോക്കണില്ല. ചിലപ്പോൾ ആ തിയറി തെറ്റാവാം. അതുകൊണ്ട് ആ ന്യൂട്ടൻ്റെ തിയറി 200 വർഷം മുമ്പ് ന്യൂട്ടൻ തിയറി തെറ്റാണ്, പ്രശ്നമുണ്ടെന്നും അത് ഐൻസ്റ്റൈൻ മോഡിഫൈ ചെയ്തു. നമ്മളിപ്പോൾ അൺസർട്ടൻ പ്രിൻസിപ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമുല വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്തിട്ട് പോകും. പക്ഷേ ആ അൺസർട്ടൻ പ്രിൻസിപ്പിൾ ശരിയാണെന്ന് ചിന്തിക്കുന്നില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞ ഈ ഹാർഡ് കോർ പറയുന്നത്. അതിൽ ക്വസ്റ്റ്യൻ ചെയ്യണം. ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം അത് തെറ്റിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്തും തെറ്റിപ്പോവും. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇവിടെ നമ്മൾ അതൊന്നും ക്വസ്റ്റ്യൻ ചെയ്യില്ല. കാരണം തിയറംസ് എല്ലാം നമ്മളെ ഫോർമുല വെച്ച് പ്രോബ്ലം സോൾവിംഗ് ആണ് ഈ IIT നടക്കുന്നത്. എനിക്ക് എൻട്രൻസ് കിട്ടിയതാണ്, പ്രോബ്ലം സോൾവിംഗ് ആണ്, വേറെ ഒന്നും നടക്കുന്നില്ല. ക്രിട്ടിക്കൽ തിങ്കിങ്, അതായത് ലോജിക്കൽ അനാലിസിസ് മാത്രം, ലെഫ്റ്റ് ബ്രെയിൻ. ഇമാജിനേഷൻ അതൊന്നും മനസ്സിലായില്ല. ഈവൻ കാറ്റക്സ് MBA പണ്ട് അവർ ലെഫ്റ്റ് ബ്രെയിൻ മാത്രമായിരുന്നു ഈ മാത്തമാറ്റിക്കൽ ലാംഗ്വേജ്. പക്ഷേ ഇപ്പോൾ അവർ റൈറ്റ് നോക്കണം. കാരണം പുതിയ പ്രോഡക്റ്റും പുതിയ ഇൻവെസ്റ്റർ നടക്കുന്നത് ഇമാജിനേഷനാണ്. ഇപ്പോൾ ഡേ ടു ലൈഫിന് റീസണിങ് മതി. പക്ഷേ നമുക്ക് പുതിയതായിട്ട് ഫൈൻഡ് ചെയ്യും. ആ ഫീൽഡ് ഗ്രോ ചെയ്യണമെങ്കിൽ ഇമാജിനേഷൻ ഇൻഡ്യൂസമാണ്. ഇപ്പോൾ ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുമാരും എഞ്ചിനീയേഴ്സും വളരെ ക്രിയേറ്റീവ് അല്ലവാണ്. അപ്പോൾ IBM കമ്പനി, അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പോയി കുറച്ച് ഹോളിവുഡ് സിനിമകൾ കാണാൻ വേണം. ക്രിയേറ്റിവിറ്റി, ഈ സിനിമ കണ്ടെങ്കിൽ ഗുണമാണ് ക്രിയേറ്റിവിറ്റിയുടെ സംഭവം വരും. റൈറ്റ് ബ്രെയിൻ. ഇപ്പോൾ സിനിമാക്കാർ മട്ടന്മാരൊന്നുമില്ല, അവർക്കെല്ലാം ക്രിയേറ്റീവ് ഇമാജിനേഷൻ ഇൻഡ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഇവിടെ ഈ ലോജിക് അനാലിസിസ് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. പക്ഷേ ലോജിക് അനാലിസിസ് വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോം ഉണ്ടാവുന്ന എവിടുന്ന ഇമാജിനേഷൻ ഇൻഡ്യൂഷനാണ്. എല്ലാം ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലത്. ചിലർ ലെഫ്റ്റ് ബ്രെയിൻ ആയിരിക്കും, ചിലർ റൈറ്റ് ബ്രെയിൻ ആയിരിക്കും, ചിലർക്ക് എല്ലാം ഉണ്ടാവും. ഇപ്പോൾ ഡാമേജ് വരുന്ന ആളാണ്. ഡാമേജ് എല്ലാവരും നമ്മുടെ ആർട്ടിസ്റ്റ് വിളിച്ചത്. ഡാമേജ് പല ഫീൽഡും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഐൻസ്റ്റൈൻ അത് പറ്റുന്നത്. ഐൻസ്റ്റൈൻ മാത്സ് പോലും പറ്റില്ല, ഐൻസ്റ്റൈൻ ഫിസിക്സ് മാത്രമേ പറ്റുള്ളൂ. അയാൾ പക്ഷേ അതിൽ ഡീപ്പിൽ പോയി. ഇപ്പോൾ ന്യൂട്ടൺ അങ്ങനെയല്ല, പല ഫീൽഡും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ടെസ്ല വലിയ ജീനിയസ് ആയി. പക്ഷേ ടെസ്ലയെ എഡിസൺ അസൂയയുടെ പേരിൽ നശിപ്പിച്ച് കളയാൻ നോക്കിയേ ചെയ്തോ. അയാളുടെ അവസാനം ഒറ്റ രൂപയില്ലാതെ മരിച്ചതോ. പറഞ്ഞു പോകാനും കുറേ ഉണ്ട്, ഞാൻ ബ്രീഫായിട്ട് പറയാം. എനിക്ക് പറയാനില്ല, നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ബേസിക് തിയറി ക്വസ്റ്റ്യൻ ചെയ്യാം, പിള്ളേർ പറയാനുള്ള. പിന്നെ അതുമാത്രമല്ല, ഈ വായന മാത്രമല്ല, എൻ്റെ ഒരുപാട് ബുക്കുണ്ട്, 10-300. വായന മാത്രമല്ല, ഒപ്പം ചിന്തിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വായിക്കുക മാത്രമല്ല, ഇമാജിനേറ്റ് ചെയ്യണം, ചിന്തിക്കണം.
വലിയൊരു ടോപ്പിക്കാണ്. പിന്നെ സ്റ്റെം സയൻസ് ടെക്നോളജി അതിന് പുറകെ മാത്രമല്ല പോകേണ്ടത്, എല്ലാത്തിനും സ്കോപ്പ് ഉണ്ട്. ഞാൻ ഫിലോസഫി പറഞ്ഞപ്പോൾ ഫിലോസഫിയിൽ തന്നെ ഒരുപാട് സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് ഉണ്ട്. അത് നമുക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. ഞാൻ എഞ്ചിനീയറാണ്, സയൻസ് അത് മാത്രമല്ല എല്ലാ ഫീൽഡിലേക്കും പോകണം, എല്ലാത്തിനും സ്കോപ്പ് ഉണ്ട്. ഇന്നലെ ഇപ്പോൾ എഞ്ചിനീയറിംഗ് മെഡിസിൻ അത് മാത്രമല്ല, നമ്മൾ കേരളത്തിൽ കുഴപ്പമാണ് എഞ്ചിനീയറിംഗ് മെഡിസിൻ പറഞ്ഞാൽ. വേറെ ഒരുപാട് ഫീൽഡിലുണ്ട്, എല്ലാ ഫീൽഡിലും സ്കോപ്പ് ഉണ്ട്, ഒരുപാട് സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് ഉണ്ട്. നിങ്ങൾ അന്വേഷിച്ച് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ മനസ്സിലാവും. എഞ്ചിനീയറിംഗ് മെഡിസിൻ മാത്രം റിസ്ട്രിക്ട് ചെയ്ത്, ഞാൻ എഞ്ചിനീയറാണ്, അത് ഞാൻ ഫിലോസഫിക്ക് തിരിഞ്ഞാണ്, അപ്പോൾ അത് മാത്രം റിസ്ട്രിക്ട് ചെയ്തില്ല. അപ്പോൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക. ബ്രീഫ് ആയിട്ട് ഇപ്പോൾ നമുക്ക് വായിക്കണോപ്പം ചിന്തിക്കുക, അങ്ങനെ കുറച്ചുകൂടെ മാനസിക വളർച്ച ഉണ്ടാക്കുക. ബുക്കിഷ് നോളജ് മാത്രമല്ല, മാനസികമായിട്ട് വളരുക, എന്നാലും നമ്മുടെ ഒരു നല്ല മനുഷ്യരായി മാറുക, സെൽഫ് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ അല്ലേ? അതും കഴിഞ്ഞാണ് പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇന്നിപ്പോ വീണ്ടും നമ്മുടെ ഒപ്പം പങ്കുവെച്ചത്. ഫിലോസഫിയെ കുറിച്ചാണ് പറഞ്ഞത്, കഴിഞ്ഞാണ് പറഞ്ഞത് ക്വാണ്ടം മെക്കാനിക്സ് ആണ്, ഈ തവണ പറഞ്ഞ ഫിലോസഫിയെ കുറിച്ചാണ്. അതും നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാണല്ലോ. ഫിലോസഫി ലൈഫിൽ എല്ലായിടത്തും ഉണ്ട്, എല്ലാ സബ്ജക്റ്റിലും ഉണ്ട്, എല്ലാ ലൈഫിലും എല്ലാ ആസ്പെക്റ്റിലും ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അതാണ് ഇപ്പോൾ നമ്മളായിട്ട് ഷെയർ ചെയ്തേക്കുന്നത്. സോ യൂസ് ഇറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. കുറച്ച് സ്റ്റുഡൻസിനായിരിക്കും നല്ലത്. സ്റ്റുഡൻസിന്, പ്രത്യേകിച്ച് സ്റ്റുഡൻസിനോട് പറയണേ, യൂസ് ഇറ്റ് വെൽ. താങ്ക് യു സോ മച്ച്.